എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനൊരു പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങളെപ്പറ്റി പറയാനാണ്. ഇത് ഗുഡ് എയറിൻ്റെ വിൻഷീൽഡ് ക്ലീനറാണ്. ഇത് ലക്ഷറി വണ്ടികൾക്ക് വേണ്ടിയിട്ട് അവർ നൽകിയിരിക്കുന്നതാണ്. ഇതിൻ്റെ ഓർഡിനറി എൻ്റെ ഇരിപ്പുണ്ട്. ഇത് ലക്ഷറിയുടെയാണ്. അപ്പോൾ ഞാനിത് ഉപയോഗിക്കുന്നതാണ്, സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കമ്പനി പറയുന്നത് ഒരു ടാബ്ലറ്റ് നമുക്ക് 1 മന്ത് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്കൊരു 1 മന്ത് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റാറില്ല. മാക്സിമം ഒരു 15 ഡേയ്സ് യൂസ് ചെയ്യും, അപ്പം അടുത്തത് യൂസ് ചെയ്യും. കാരണം ഞാൻ കൂടുതലായിട്ട് ഈ വൈപ്പർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്കൊരു 15 ഡേയ്സ് വരത്തില്ല, 10 ഡേയ്സ് 10 to 15 ഡേയ്സ് അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ എൻ്റെ ഈ വൈപ്പറിൻ്റെ വാട്ടർ ടാങ്കിലെ വെള്ളം തീരും. അത് അടുത്ത വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് കാണില്ല. നമ്മൾ വീണ്ടും ടാബ്ലറ്റ് ഇടണം. അപ്പം എനിക്ക് ഇത് പെട്ടെന്ന് തീരുന്നുണ്ട്. കമ്പനി പറയുന്നത് 1 മന്ത് എന്ന് പറയുന്നത്. പക്ഷെ 1 മന്ത് എനിക്കൊന്ന് നാട്ടിലൊക്കെ 1 മന്ത് ഓക്കെ ആയിരിക്കണം. പക്ഷെ നമുക്കിവിടെ ആ 1 മന്ത് കിട്ടത്തില്ല. ഞാനത് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പിന്നെ ഇതെന്താന്ന് പറഞ്ഞാൽ നമുക്കിത് വെച്ച് വൈപ്പർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ഈ മുട്ട ഇട്ടൊന്നും നോക്കിയിട്ടില്ല, അതുപോലെ തന്നെ മുട്ട എറിഞ്ഞൊന്നും നോക്കിയിട്ടില്ല. പക്ഷെങ്കിൽ ചിലർ പറഞ്ഞേക്കാം അങ്ങനെ മുട്ടയൊക്കെ എറിഞ്ഞ് കഴിഞ്ഞാലും ഇത് വെച്ച് കഴിയാൻ പോകുമെന്ന്. പക്ഷെങ്കിൽ നമ്മളെല്ലായിടത്തും അങ്ങനെ ഒരു സാഹചര്യത്തിലൊന്നും പോകാത്തത് കൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യം വരാറില്ല. അങ്ങനെ പോകുന്നൊരു സമയം വരുവാണെങ്കിൽ നമ്മൾ ഒരെണ്ണം വാങ്ങിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇതിൻ്റെ അകത്ത് ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രൊഡക്റ്റിൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് വരുന്ന വെള്ളം വെച്ച് നമ്മൾ വൈപ്പർ വാഷ് ചെയ്തതിന് ശേഷം അത് വെള്ളം ഇങ്ങനെ തെറിച്ച് സൈഡിലോട്ട് വരുന്നതെല്ലാം ഒരു വൈറ്റ് കളർ, ഒരു ഷെയ്ഡ് പോലെ, ഒരു വൈറ്റ് കളർ, ഒരു കറ പോലെ ഇങ്ങനെ വരും. അത് നമുക്ക് കഴുകി കളഞ്ഞാൽ പോകുന്നതാണ്. പക്ഷെ നമുക്കത് വലിയൊരു എനിക്കൊരു ബുദ്ധിമുട്ടാണ്. കാര്യം നമ്മൾ വണ്ടിയൊക്കെ വാഷ് ചെയ്തിട്ട് ഒരു 2 ഡേയ്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് മുഴുവനും എന്താ പറഞ്ഞാൽ ഇങ്ങനെ ഈ കറ പോലെ വന്നു കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് ഗ്ലാസ് അല്ലാതെ നോർമലായിട്ട് വെള്ളം ഇട്ട് കഴുകേണ്ടി വരും. അപ്പം അത് മാത്രമാണ് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. എന്നെ സംബന്ധിച്ച് എൻ്റെ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വാങ്ങിച്ചുകൊണ്ട് തീർക്കാവുന്നേ ഉള്ളൂ. നെക്സ്റ്റ് ടൈം ഞാൻ ഇത് വാങ്ങിക്കത്തില്ല. പിന്നെ ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാം. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഇതിൻ്റെ ആവശ്യമില്ല. നോർമൽ വെള്ളത്തിൽ തന്നെ നമുക്ക് കഴുകാവുന്നേ ഉള്ളൂ. ഞാൻ വേണമെങ്കിൽ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇതിൻ്റെ ആ ഒരു എന്താ പറഞ്ഞ ആ ഒരു ഷെയ്ഡ് നിങ്ങളെ കാണിക്കാം. നിങ്ങൾക്ക് ഈ ഷെയ്ഡ് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ നമ്മൾ അല്ലാതെ നോക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഷെയ്ഡ് കാണാൻ പറ്റും, ഈ വെള്ളം വന്ന് വീഴുന്ന ഭാഗങ്ങളെ. ഞാൻ ഈ വണ്ടിയുടെ പുറത്ത് ഇറങ്ങി കാണിക്കാം നിങ്ങളെ. ഈ ഒരു വൈറ്റ് കളർ കണ്ടോ? ശരിക്കും ഇത് അഴുക്ക് മാത്രമല്ല, ഇതിൽ നിന്ന് വരുന്ന ഈ ഒരു ഡോട്ട്സ് ആണ്. ശരിക്കും എനിക്ക് പുറമേ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ ക്യാമറയിൽ അത്ര കിട്ടുന്നില്ല, ശരിയാണ്. പക്ഷെങ്കിൽ എനിക്ക് നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ട് നോർമലി നോക്കുമ്പോൾ. നമ്മൾ വണ്ടിയെല്ലാം എവിടെയെങ്കിലും കൊണ്ടുപോകുന്ന സമയത്ത് നമുക്കിതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പം ഈ ഒരു സൈഡിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിപ്പം ഇതായതുകൊണ്ട് ഈ ക്യാമറയിൽ കൂടെ ആയതുകൊണ്ട് നിങ്ങൾക്ക് അത്രയും കാണാൻ പറ്റത്തില്ല. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഈ പ്രൊഡക്റ്റിനോട് വലിയ താല്പര്യമില്ല. ഇനിയും വാങ്ങിക്കുവാണെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റ് ട്രൈ ഇല്ലെങ്കിൽ നോർമൽ വെള്ളത്തിൽ തന്നെ ഞാൻ കഴുകത്തുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാം. ഞാൻ ഇത് പറയാൻ കാര്യം, ഒരുപാട് ചാനലുകാർ പെയ്ഡായിട്ട് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇതിൻ്റെ ഒരു ഇഷ്യൂസിനെ പറ്റി പറഞ്ഞത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് തരാം, കമൻറ്റ് നൽകാം.